ലോകത്തെ 75 രാജ്യങ്ങളിലെയും വിസ പ്രോസസ് നിർത്തിവെക്കാൻ അമേരിക്കൻ കോൺസുലേറ്റുകൾക്കും എംബസികൾക്കും നിർദ്ദേശം പോകുന്നു. നമുക്കറിയാം 200-ൽ താഴെ രാജ്യങ്ങൾ മാത്രമേ ലോകത്തുള്ളൂ. അതിൽ 75 രാജ്യങ്ങളിലും, അതായത് 1/3 രാജ്യങ്ങളിലുമുള്ള പൗരന്മാർ ഇനി അമേരിക്കയിലേക്ക് വരണ്ട എന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. അതിനെ ആർക്ക് കുറ്റം പറയാൻ കഴിയും? ആ രാജ്യത്തേക്ക് ആരൊക്കെ വരണം, ആരൊക്കെ വരരുത് എന്ന് തീരുമാനിക്കുന്നത് അവരാണ്. ഇതിന്റെ മറുവശം പറയുന്നവർ പറയുന്നു, അമേരിക്ക ഒരു ഇൻക്ലൂസീവ് സൊസൈറ്റിയാണ്. അമേരിക്കയിൽ നിരോധിക്കപ്പെട്ട 75 രാജ്യങ്ങളിലെയും പൗരന്മാർ ആ രാജ്യത്തു നിന്നും കുടിയേറി അമേരിക്കൻ ജീവിതത്തിനും സംസ്കാരത്തിനും സമ്പദ് വ്യവസ്ഥയ്ക്കും സംഭാവന ചെയ്തവരുണ്ട്. അതുകൊണ്ട് അത് വിവേചനമാണ്, വംശീയ വിവേചനമാണ്. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുതേ എന്ന് പറയുന്നു. എന്നാൽ ട്രംപ് പറയുന്നു, പോയി പണി നോക്ക്, എന്റെ രാജ്യത്തിന്റെ സുരക്ഷ എന്നെ ജനങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നു, ഞാനത് ചെയ്യുമെന്ന്. ലോകത്ത് എമേർജ് ചെയ്തു വരുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ ഒന്നായ ബ്രസീൽ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. റഷ്യയും ഇറാനും ഉൾപ്പെട്ടു എന്ന് പറയുന്നത് അതിശയമൊന്നുമില്ല. റഷ്യയുമായി എങ്ങനെയെങ്കിലും പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുമ്പോഴും റഷ്യ വഴങ്ങുന്നില്ല. റഷ്യയുമായി ഇടപാടിന് പോകുന്ന ഇന്ത്യയെ പോലും ശിക്ഷിക്കുക. സ്വാഭാവികമായും റഷ്യൻ പൗരന്മാർക്ക് അമേരിക്കയിലേക്ക് വിസ നിരോധിച്ചാൽ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. ഇറാന്റെ കാര്യവും അങ്ങനെ തന്നെ. ഏതു നിമിഷവും ഇറാനെ ആക്രമിക്കാം എന്ന സാഹചര്യമുള്ളപ്പോൾ ഇറാൻ ജനതയ്ക്ക് വിസ നിഷേധിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ ബ്രസീൽ പോലെ ഏറ്റവും ശക്തമായി വളർന്നു വരുന്ന ഒരു വലിയ രാജ്യം, ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ ഒന്നാണ് ബ്രസീൽ. ഇനി വരാൻ പോകുന്ന നൂറ്റാണ്ടിൽ ലോകത്തെ നിയന്ത്രിക്കാൻ പോകുന്ന 5 or 6 രാജ്യങ്ങളിൽ ബ്രസീൽ ഉണ്ടാവും. ആ ബ്രസീലിലെ ആളുകൾക്ക് അമേരിക്കയിലേക്ക് വിസ വേണ്ട. പോട്ടെ, ഇല്ലോളം ഇല്ലാത്ത കുവൈറ്റ്, ലോകത്തെ ഏറ്റവും സമ്പന്ന രാജ്യങ്ങളൊന്നാണ് കുവൈറ്റ്. കുവൈറ്റുകൾക്കും ഇനി അമേരിക്കയിലേക്ക് വിസ കിട്ടില്ല. ഈ 21-ാം തീയതി മുതൽ നടപ്പിലാക്കുന്ന തരത്തിൽ ശക്തമായ ഉത്തരവിറക്കി എല്ലാ എംബസികളിലേക്കും അയച്ചിരിക്കുന്നു. ആ എംബസികളോട് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ഇനി ഈ രാജ്യങ്ങൾക്ക് തൽക്കാലം വിസ കൊടുക്കണ്ട. ഈ രാജ്യങ്ങളിൽ ആരെങ്കിലും വിസയ്ക്ക് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രോസസ്സ് നിർത്തിവെക്കുക. ഇനി ഒരു വ്യക്തമായ ഉത്തരവ് വരും, അപ്പോൾ കൊടുക്കാം. കൊടുക്കുന്നത് ആർക്ക്? ഒരുപാട് പരിശോധനകൾക്ക് ശേഷം ഇംഗ്ലീഷ് ഭാഷ, സാമ്പത്തിക സ്ഥിതി, പ്രായം, ആരോഗ്യസ്ഥിതി തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിഗണിച്ച് മാത്രം അവർക്ക് വിസ കൊടുത്താൽ മതി എന്ന് പറയുന്നു.